അങ്കിൾ ചായ. പേസ്റ്റും ബ്രഷും എന്താ ഇവിടെ വെക്കണ്ട. അവളെവിടെ? ആന്റി അമ്പലത്തിൽ പോയിരിക്ക. ഇനി എന്തെങ്കിലും വേണോ? വേണ്ട. ഞാൻ എന്നാ തുണി നനയ്ക്കാൻ പോയിക്കോട്ടെ? ഒന്നും വേണ്ടി വരില്ലല്ലോ. ഇല്ല. അയ്യോ, മരുന്ന് കഴിക്കാൻ പറഞ്ഞാ കേക്കില്ല. വെരി ബാഡ്, വെരി ബാഡ്. അയ്യോ, ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ ഈ കുന്തം വലിക്കരുതെന്ന്. എവിടെ പോയി കിടക്കണ ഈ പെണ്ണ്? മാലതി, ദൈവമേ, എവിടെ മരുന്ന് കഴിച്ചില്ലേ നിങ്ങള്? നിങ്ങൾക്ക് എത്ര പ്രാവശ്യം പറഞ്ഞാൽ നിങ്ങൾ കേൾക്കൂല. ഇങ്ങനെ ഉണ്ടോ സാധനം? ആന്റി, എടേ, നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇവിടെ തന്നെ നിക്കണമെന്ന്. ഞാൻ അങ്കിളിനോട് ചോദിച്ചിട്ടാ പോയത്. തുണി നനയ്ക്കാനുണ്ടായിരുന്നു. ഞാൻ വന്നിട്ട് തുണി നനച്ചാൽ എന്താ? തുണി നനയില്ലേ? അഹങ്കാരി. സന്തോഷായി, തൃപ്തിയായി. മാഷ് ഹോം നേഴ്സ് എന്നും പറഞ്ഞ് ഇവളിവിടെ ആക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ കണ്ടീഷൻസ് വിളമ്പുമ്പോഴും എത്രയായാലും നിങ്ങളും ഒരു അമ്മയാണെന്നുള്ള ധൈര്യമായിരുന്നു എനിക്ക്. ഇവളിവിടെ സേഫ് ആണെന്നുള്ള വിശ്വാസമായിരുന്നു. ഓമനക്കുട്ട, എനിക്ക് പെട്ടെന്ന് വന്ന ദേഷ്യത്തില് വേണ്ട, ദുർഘടത്തിക്ക് ഇനിയും ദേഷ്യം വരാം. ചിലപ്പോ ഇതിനൊക്കെ കൂടുതൽ. എന്തായാലും ഇനി ഒരു പരീക്ഷണത്തിന് വയ്യ. മാലു, എന്തെടുക്കാനുള്ളത് വെച്ചെടുത്തോ. വാ പോവാം. ഇനി മുതൽ ഇതാണ് നമ്മുടെ കൊട്ടാരം. റോസാരിയുടെ അടുത്ത് ജോലി ശരിയാക്കി തന്നാളാ ഈ വീട് കണ്ടുപിടിച്ചു തന്നത്. വീടെല്ലാം വൃത്തിയാക്കി സാധനങ്ങളൊക്കെ വാങ്ങിയ ശേഷം നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരാന്ന് കരുതിയത്. പക്ഷെ അപ്പോഴേക്കും ഐശ്വര്യമായിട്ട് വലതുകാലം വെച്ച് കയറിക്കോളൂ. ഈ വീട് നമുക്ക് കിട്ടിയതിന് നമ്മൾ എ കെ ആന്റണിയോട് നന്ദി പറയണം. അതെന്താ? അങ്ങേര് ചാരായ നിർത്തലാക്കിയില്ലെങ്കില് ഈ വീട് നമുക്ക് കിട്ടില്ലായിരുന്നു. പഴയ ചാരായ ഷാപ്പാ. ഇനി വേണം നമുക്കിതൊരു വീടാക്കിയെടുക്കാൻ. ഏതോ ഒരു രവിവർമ്മയുടെ ചിത്രങ്ങൾക്കാ നമ്മൾ വെള്ളം പൂശണത്. അയ്യോ, ഇങ്ങനെ ഓടല്ലേ, നമ്മുടെ കുഞ്ഞ് കുഞ്ഞ്. ഞാൻ പിടിക്കാം. എന്താ, അത്താഴം കഴിക്കണില്ലേ? വേണ്ട, നീ കഴിച്ചോ. എനിക്ക് നോയമ്പാ. എന്ത് നോയമ്പ്? തിങ്കളാഴ്ച നോയമ്പ്. അയ്യേ, അത് നല്ല ആണുങ്ങളെ കിട്ടാൻ പെൺകുട്ടികളെ നോക്കണം നോയമ്പാ. ഞാനും അതെ, നല്ല ആൺകുട്ടിയെ കിട്ടാൻ വേണ്ടിയാ നോയമ്പെടുക്കുന്നത്. എല്ലാ തിങ്കളാഴ്ചയും പെൺകുട്ടികൾ നോയമ്പ് നോറ്റ് ഈശ്വരനെ വിളിച്ച് ഇങ്ങനെ കരയുമ്പോ അതിന്റെ ഇടയിൽ ഒരു ആൺകുട്ടിയുടെ ശബ്ദം. അപ്പൊ ദൈവം. അപ്പോ ഞാനാണേ ഓമനക്കുട്ടൻ. എനിക്കൊരു നല്ല ആൺകുട്ടിയെ വേണം. അപ്പൊ മൂപ്പർക്ക് തോന്നും, പാപം, എത്ര നല്ല പയ്യൻ. ഇന്നാ പിടിച്ചോ വിശ്വവിഖ്യാതനായ ഒരു നല്ല ഓമനക്കുട്ടൻ. നമ്മൾ രക്ഷപ്പെട്ടില്ല എന്റെ മാലു. അവൻ തിരിയാനും അറിയാനൊക്കെ ശ്രമിക്കണ്ടോ? അതിനൊന്നും സമയമായിട്ടില്ല. ആ, ഇനി അഥവാ തിരിയണോന്ന് പറഞ്ഞാ അവനെ സ്ട്രെയിൻ ചെയ്യിപ്പിക്കണ്ട. നീ ഒന്ന് തിരിഞ്ഞിറങ്ങാ മതി. അതെ, ഇന്നാ നമ്മുടെ മനസ്സമാധാനത്തോടെയുള്ള ആദ്യ രാത്രി. ആദ്യ രാത്രിയാണെന്നും പറഞ്ഞ് ഓർക്കൊളിക്കണ്ട. നേരത്തെ കിടന്നോ. രാവിലെ പത്രപ്രവർത്തനത്തിന് പോണ്ടതല്ലേ.
അയ്യേ എന്തായി കാട്ടിന് നാണമില്ലാണ്ട്. ഞാനേ എന്റെ ഓമനക്കുട്ടിന് ഉമ്മ വെച്ചത്, അല്ലാണ്ട് നിന്നെ അല്ലടി സുന്ദരി കോത.